നമസ്കാരം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഗാന്ധിജി, മഹാത്മാഗാന്ധി, ആ പുണ്യാത്മാവിന് പ്രണാമം. ഗുജറാത്തിലെ പോർബന്ദറിൽ 1869 ഒക്ടോബർ 2 ജനനം. സ്വന്തം മാതാപിതാക്കളെ ജീവിത മാതൃകയാക്കി മാതാവ് പുത്ലിബായിയിൽ നിന്നും ഈശ്വര ഭക്തിയുടെയും ഉന്നതാശയങ്ങളുടെയും വിത്തുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൃദയത്തിൽ പതിപ്പിച്ചു. പഠിക്കാൻ അത്ര സമർത്ഥനൊന്നുമായിരുന്നില്ല ഗാന്ധിജി. എന്നാൽ ബാരിസ്റ്ററായി. തൻ്റെ ആത്മകഥയിൽ പ്രസംഗിക്കാൻ അത്ര കഴിവില്ലായിരുന്ന ഗാന്ധിജി കേസ് വാദിക്കാൻ നിൽക്കുമ്പോൾ ബോധക്ഷയമുണ്ടായിരുന്നതായി പറയുന്നു. പ്രസംഗം ഒരു കലയാണ്, അത് പഠിക്കാൻ എളുപ്പവുമാണ്. അല്ലെങ്കിൽ ആ മഹാത്മാവിനെ പറ്റി പറയാൻ ഞാൻ ആര്? പക്ഷെ പ്രവർത്തനം, ലക്ഷ്യം, മാർഗം, ഇതിനാണ് പ്രാധാന്യം. ലക്ഷ്യവും മാർഗവും ഒരേപോലെ വിശുദ്ധമാകണമെന്ന് ആ മഹാത്മാവിന് നിർബന്ധമുണ്ടായിരുന്നു. സത്യത്തിന്റെയും അഹിംസയുടെയും പാതകളിലൂടെ സ്വാതന്ത്ര്യം എന്ന ഇന്ത്യൻ ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിക്കളിച്ചു. ഇന്ത്യൻ ചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എന്ന് സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടു. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, എന്താണ് ഇന്നത്തെ ഇന്ത്യ? എവിടെ സത്യം? എവിടെ അഹിംസ? എവിടെ സ്വാതന്ത്ര്യം? ആ പുണ്യാത്മാവിന്റെ സ്വപ്നങ്ങളുടെ ശ്മശാന ഭൂമിയായി കഴിഞ്ഞില്ലേ ഇന്നത്തെ ഇന്ത്യ? ലജ്ജാകരം. ആധുനികതയുടെ ലോകത്തിലെ ഫ്രെയിമിൽ ചേരാത്ത അർത്ഥനഗ്നനായ വൃദ്ധൻ എന്ന് തീവ്രവാദികളും വർഗീയവാദികളും അദ്ദേഹത്തെ മുദ്രകുത്തി. വേദനാജനകം. ഇന്നത്തെ തലമുറയോട് ഒരപേക്ഷ: മാറണം നാം ഓരോരുത്തരും. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചെറിയൊരു അനുഭവം. ഒരിക്കൽ ഗാന്ധിജി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാലിലെ ഒരു ചെരുപ്പ് താഴെ വീണുപോയി. ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങിയതിനാൽ അതെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു പാവം ഭിക്ഷക്കാരൻ അതെടുക്കുന്നു. വേഗം മറ്റേ ചെരുപ്പ് കൂടി ഊരി താഴെ ഇട്ടു. അടുത്തിരുന്ന സുഹൃത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി, ഈ ഒരു ചെരുപ്പ് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ഇതുകൂടി കിട്ടിയാൽ ആ പാവത്തിന് അത് പ്രയോജനപ്പെടും. കൂട്ടുകാരെ, ഇതുപോലുള്ള അവസരങ്ങൾ നമുക്കും വീണ് കിട്ടാറില്ലേ? പ്രയോജനപ്പെടുത്തുക. സത്യം, അതിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു സംഭവം. തന്റെ മെട്രിക്കുലേഷൻ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം: സ്വർണത്തെക്കാൾ സുവർണമായതെന്ത്? ഉത്തരമെഴുതി: സ്വർണത്തെക്കാൾ സുവർണമായത് സത്യം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് തന്നെ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്നാണ്. ഒരു യോഗയുടെ ശാന്തതയും ഭൂമിയോളം വിനീതനുമായിരുന്ന ഗാന്ധിജിയുടെ മഹത്വം കൊടുമുടികളെ തോൽപ്പിക്കുമാർ ഉയരത്തിലായിരുന്നു. മഹാശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ ഗാന്ധിജിയെ പറ്റി പ്രസ്താവിക്കുകയുണ്ടായി: ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വെറും 5 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ മഹത്വം. എല്ലാ മനുഷ്യരും എല്ലാ മതക്കാരും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള അഭിപ്രായത്തോട് യോജിക്കാൻ കഴിഞ്ഞില്ല മതഭ്രാന്തന്മാർക്ക്. 1948 ജനുവരി 30 പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് പിഴഞ്ഞു വീണ മഹാത്മാവിന്റെ നാവിൽ നിന്നും ഉയർന്നത് 2 അക്ഷരങ്ങൾ മാത്രം: ഹേ റാം. ഒരു തുള്ളി കണ്ണുനീർ നമുക്കും പൊഴിക്കാം. അതെ, പ്രതിജ്ഞയെടുക്കാം. ഈ ആധുനികതയുടെ ലോകത്തിൽ ഉന്നതങ്ങളിലേക്ക് പടികൾ ചവിട്ടി കയറുമ്പോൾ പിന്നിട്ട ഓരോ പടികളും സത്യത്തിന്റെയും അഹിംസയുടെയും ത്യാഗത്തിന്റെയും ചവിട്ടുപടികളായിരിക്കണം. അങ്ങനെ ആ മഹാത്മാവിന്റെ ആദർശങ്ങളെല്ലാം ഒരിക്കലും വെറും ജനരേഖകൾ മാത്രമായി മാറ്റപ്പെടാതിരിക്കട്ടെ. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.